സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ആളോട് കൂട്ടുകൂടിയാൽ എന്താ ഏറ്റവും പ്രധാന പ്രശ്നം? അവൻ ചെയ്യുന്ന തെറ്റ് നീ സ്ഥിരമായി കാണും. നിന്റെ മനസ്സിൽ തെറ്റിനോടുള്ള വെറുപ്പും ഗൗരവമൊക്കെ കുറയും. ചിലപ്പോൾ തെറ്റിനോടുള്ള ഗൗരവം ഇല്ലാതാവും, കുറയൽ മാത്രമല്ല ഇല്ലാതാവും. സ്ഥിരമായി കളവ് പറയുന്ന ഒരാൾ, സ്ഥിരമായി ഹറാമ് കാണുന്ന ഒരാൾ, അയാളോടൊപ്പം നീ കൂട്ടുകൂടിയാൽ നീ പതിയെ പതിയെ ഹറാമ് കാണുന്നതിലേക്ക് എത്തും. ആദ്യം ഹറാമിനോടുള്ള ഗൗരവം നിനക്കില്ലാതാവും, രണ്ടാമത് നീ ഹറാമ് ചെയ്യുന്ന ആളാവും. നമ്മുടെ സമൂഹത്തിൽ ഗീബത്ത് പറയലിന്റെ ഗൗരവം പൊതുവെ ആൾക്കാർക്ക് അറിയാം. വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ് ഗീബത്ത് എന്ന് ആശയം എല്ലാവർക്കും അറിയാം. പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഗീബത്ത് ഉണ്ടാവും. ഒരുമിച്ച് കൂടിയാൽ, കൂടിയിരുന്നാൽ, രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ കുറ്റം പറച്ചിലുണ്ടാവും. എന്താ കാരണം? നമ്മൾ കൂട്ടുകൂടുന്നവരെല്ലാം മിക്കവാറും ഗീബത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ഗീബത്ത് പറയുന്നവർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ തെറ്റിനോടുള്ള ഗൗരവം കുറഞ്ഞുപോയി. അല്ലാതെ ആ തെറ്റ് അല്ലാതായിട്ടോ ഹറാം അല്ലാതായിട്ടോ അല്ല. അപ്പോൾ ഒരു ഹറാമ് തന്നെ ഒരു നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ഗൗരവം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ ഫാസിഖിനോട് കൂടെ കൂട്ടുകൂടരുത്. വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന തമ്മാടിയുടെ കൂടെ നീ കൂട്ടുകൂടിയാൽ നിന്റെ മനസ്സിൽ തെറ്റിനോടുള്ള വെറുപ്പില്ലാതാവും.